ശരണ്യയുടെ ഒരു റാപ്പ് ഭയങ്കര ഹിറ്റാ. നമുക്ക് വേണ്ടി രണ്ടുപേരും ഇത് പാടാവോ? നിന്നാ പ്രശ്നം, നിന്നില്ലെങ്കിൽ പ്രശ്നം, ഇരുന്നാ പ്രശ്നം, ഇരുന്നില്ലെങ്കിൽ പ്രശ്നം, പ്രശ്നം 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 പ്രശ്നം. തീർന്നില്ല. ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? എന്റെ ഹസ്ബൻഡ് എന്നെ കിച്ചണിൽ കേട്ടത്തേയില്ല. ഹസ്ബൻഡാണ് കയറുന്നേ. വെലുമുട്ടിക്ക് പേടിയുണ്ടോ? ഇങ്ങനെ പൊട്ടിക്ക. ഇങ്ങനൊന്നും ആരെയും പൊട്ടിക്കല്ലേ. ബിഗ് ബോസിലെ കോഴി ആരാ? ഒരേ ഒരു പേര്, ഗബ്രി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മൈ പെയർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഒന്ന് പൂർണ്ണമാവണമെങ്കിൽ അനീഷേട്ടൻ വേണം. ഇപ്പൊ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്തോ ശരണ്യക്ക്? ഈ കാണുന്ന പോലാണോ അതിൻ്റെ അകം? അല്ല, ഒട്ടുമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളുടെ എല്ലാ രീതിയിലുള്ള കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യും. നമ്മളല്ലാണ്ടായി മാറും. നമ്മൾ മറക്കാൻ തുടങ്ങും. നമ്മൾ ഫോൺ നമ്പർ മറക്കാൻ തുടങ്ങും, പാസ്വേഡ് മറക്കാൻ തുടങ്ങും. എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? പിന്നെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, ഭർത്താവ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം, മെയിൻ ആൾക്കാരെ മാത്രമേ ഓർക്കുള്ളൂ. ബാക്കി എല്ലാവരെയും മറക്കും. ഫ്രണ്ട്സുകളുടെ പേര് മറക്കും. അങ്ങനെ ഇറങ്ങിയതിനു ശേഷം മറന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പിന്നെ ഇതെല്ലാം മറന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഫോൺ നമ്പറൊക്കെ തീർച്ചയായും. ശരണ്യയുടെ ഒരു റാപ്പ് ഭയങ്കര ഹിറ്റാ. അതെ, അത് വേറെ ആർക്കും ആ ഒരു സിഗ്നേച്ചർ ഇല്ല. ഞാൻ സത്യം പറയട്ടെ, ഞാൻ പ്രതീക്ഷിച്ചില്ല അത് റാപ്പ് ആവുന്നത്. പക്ഷെ ഞാനൊരു കിച്ചണിൽ ചുമ്മാ നിന്നങ്ങാണ്ട എവിടെയോ ഇരുന്ന് അങ്ങ് പാടിയതാ. പക്ഷെ അത് നമുക്ക് വേണ്ടി രണ്ടുപേരും ഇത് പാടാവോ? ഓക്കെ. പ്രശ്നം 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 പ്രശ്നം. നിന്നാ പ്രശ്നം, നിന്നില്ലെങ്കിൽ പ്രശ്നം, ഇരുന്നാ പ്രശ്നം, ഇരുന്നില്ലെങ്കിൽ പ്രശ്നം, മിണ്ടിയ പ്രശ്നം, മിണ്ടില്ലെങ്കിൽ പ്രശ്നം, പ്രശ്നം 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 പ്രശ്നം. തീർന്നില്ല. ഓക്കെ ഓക്കെ. ഞാൻ അനുവാദം തരാതെ നീ പോട്ടെ. വേണ്ട. അല്ല, ആ വരിയും കൂടെ കേൾക്കണം. ഇല്ല ഇല്ല, അല്ല, ആ വരിയും കൂടെ എന്നാ എന്നെ ഇതാക്കൂ. ഇതുപോലെ പാടുന്ന ഒരു ഗായിക ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പഠിക്കോ? അല്ലല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ പ്രശ്നം എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിങ്ങളെല്ലാം കാണണം. അത് അടിപൊളിയാണ്, സൂപ്പറായിട്ട്. ശരി, റീൽസ് ഒക്കെ ഇട്ട് ടാഗ് ചെയ്യണം. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി പാട്ട് തന്നെ. താങ്ക് യു. ഈ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പണ്ട് മുതലേ പഠിച്ചതാണോ? കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി സാമൂഹ്യ അടിപൊളിയായി കഴിച്ചത് സൂപ്പർ ഓംപ്ലേറ്റ് എന്ന് പറയുകയും ചെയ്തു. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഓംപ്ലേറ്റ് നന്നായിട്ട് എനിക്ക് ബുൾസ ഉണ്ടാക്കാൻ അറിയാം. അത് കറക്റ്റ് താഴെ വീണു. എങ്ങനെ പറ്റിയത്? പക്ഷെ പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? തവ. എന്താ ശ്രദ്ധിച്ചേ? തവ ഉണ്ണി. തവയിൽ ഉണ്ണിയൊന്നുമില്ല. ആ തവ ശ്രദ്ധിച്ചോ? എന്തായിരുന്നു? മീൻസ് ഇങ്ങനെ നിരപ്പായിരുന്നു? നിരപ്പല്ലായിരുന്നു, വളഞ്ഞായിരുന്നു. വളവാ പ്രശ്നം. അപ്പൊ ഞാൻ മുട്ട ഇടുമ്പോ അത് വളഞ്ഞ് ഇങ്ങനെ മറ്റേ ഗ്ലോബ പോലെ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ എന്നാലും എന്റെ ഉണ്ണി പൊട്ടിയില്ല. അത് വലിയ കഴിവാ. പൊട്ടാതെ പിടിച്ചു വെക്കാന്ന് പറയും. ലോകത്ത് ആരും കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ശരിക്കും അത് നല്ല രസമായിരുന്നു കേട്ടോ, അത് ഔട്ട് വന്ന സമയത്ത്. അപ്പൊ നമുക്ക് ടെൻഷൻ ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ഒന്നാമത് ഹോട്ടലൊന്നും പറഞ്ഞ ഷെഫെന്നും പറഞ്ഞൊക്കെ തന്ന് ആകെ 2 മുട്ടയും തന്നു. ഇത് കറക്റ്റ് മറ്റേ എന്തോ സാബുയേട്ടോ എന്തോ പെപ്പറിക്കോ സൺഷൈനോ എന്തൊക്കെയോ കടന്ന് എന്തൊക്കെ പറഞ്ഞു. ഇതിനിപ്പോ ആ ഉൾസിയാവോ വേറെന്തെങ്കിലും ആവോ എന്നുള്ള ടെൻഷനായിരുന്നു. പൊട്ടിച്ചിട്ട് ആദ്യത്തത് തേഞ്ഞ്, പിന്നെ അതെടുത്ത് മാറ്റി. അപ്പൊ മാറ്റി വെച്ചത് നമ്മൾ മാറ്റിയതാണ് താരെ വീണിട്ട്. ഋഷിയോട് ആരെങ്കിലും പറഞ്ഞു ആ മുട്ട എടുത്തോണ്ട് പോയി തിന്നാൻ? പറഞ്ഞില്ല. അവന്റെ മനസ്സിൽ കോട്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവനത് തിന്നു. പക്ഷെ അവനത് കഴിച്ചിട്ട് പോലും താഴെ വീണാന്ന് ഓർത്തില്ല. അടിപൊളിയാന്ന് അവൻ പറഞ്ഞത്. അതാണ് 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ഇതുപോലെ കുക്ക് ഉണ്ടാവത്തില്ല. അത്ര കൈപ്പൊടിയായിരുന്നു എന്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് സാബു ചേട്ടന് കൊടുത്ത് അവർക്ക് ഇഷ്ടമായി. ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? ഫുഡ് എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം. എന്റെ ഹസ്ബൻഡ് എന്നെ കിച്ചണിൽ കേട്ടത്തേയില്ല. ഹസ്ബൻഡാണ് കയറുന്നേ? അല്ല, എനിക്ക് 2 മെയ്ഡ് വെച്ചിട്ടുണ്ട്. എന്റെ കൈമുറിയും എന്റെ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും. വേണ്ട, കോണ്ടാക്ട് ചെയ്യണ്ട, അത് ബുക്കിടാ. ഞാനാ കമ്മിറ്റഡ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്റെ കൈ മുറിയും കൈ പൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇന്നവരെ കയറേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് വലിയൊരു ഭാഗ്യവശരണ്യെ. തീർച്ചയായും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇത് കാണുന്നവരെല്ലാരും നാളെ തൊട്ട് ഞങ്ങൾക്കും വേണം, ഷർണയ്ക്കുണ്ടല്ലോ എന്ന് പറയുമായിരിക്കും. അപ്പം പക്ഷേ ഞാൻ ആ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പം 20 പേർക്കൊക്കെ 3 നേരം ഭക്ഷണം ഉണ്ടാക്കല് ഒരു അല്ലാത്ത ടാസ്ക് ആയിരുന്നു.
നമ്മള് ശരിക്കും അവിടുന്ന് തിരിച്ചു വന്നപ്പോ കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയാ? ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായോ? പിന്നെ 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 ഞാൻ കുക്കിംഗ് വലിയായിട്ട് ചെയ്യത്തില്ല, പക്ഷെ എനിക്ക് കൈപുണ്യം ഉണ്ട്. സൂപ്പറാ, കൈപുണ്യം ഉണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് എല്ലാരും ഫുഡ് കഴിച്ചെല്ലാം അടിപൊളിയാന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷോർട്ടിൽ കാണിച്ചോന്ന്, എപ്പിസോഡിൽ കാണിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. കാണിച്ചു. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ ഇത്രയും പേർക്ക് ബൾക്കായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു. അത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു. മസാലയൊക്കെ കുറച്ചാണെങ്കിലും നമുക്ക് സംഭവം റെഡിയാക്കാൻ പഠിച്ചു. ആകെ മുളകും ഉപ്പും കുറച്ച് സാധനം ഉണ്ടായിരുന്നുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ നന്നായിട്ട് വൃത്തി ചെയ്യാനായിട്ട് പഠിച്ചു. വീടൊക്കെ അടിപൊളി, ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ടക്ക് 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 ഹോട്ടൽ സെറ്റപ്പാണ്. ഞാൻ ഫ്ലോർ ആണെങ്കിൽ ഹോട്ടൽ സെറ്റപ്പാണ്. അങ്ങനെ ഞാൻ പഠിച്ചു. പിന്നെ ഫാമിലിനെയൊക്കെ പിരിഞ്ഞ് ഏത് സാഹചര്യവും ഞാൻ ജീവിക്കാൻ പഠിച്ചു. ശരിക്കും കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിയത്തില്ലെന്ന് പറയുന്ന പോലെ തിരിച്ചറിഞ്ഞല്ലേ. ഞാൻ വീട്ടില് ഈ മനുഷ്യനെ ഒന്ന് കിട്ടിയോളാ മതി എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. മനസ്സിലായോ മനുഷ്യന്റെ വില? അതാ പറഞ്ഞേ. ഇനി ഞാൻ എന്റെ കൊച്ചിനോട് ഒരിക്കലും വരക്കെടുത്തില്ല എന്നാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. ശരണി ഇത്രയും നേരം നമ്മോട് സംസാരിച്ചു. ഗെയിം ഇല്ലാതെ എന്താഘോഷം അല്ലേ? ഇപ്പൊ ശരണി ചിന്തിക്കുമായിരിക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇനി ഇവിടെയും ഗെയിം എന്നായിരിക്കും. നമ്മൾ തരുന്ന ഗെയിം എന്ന് പറയുന്നത് ബലൂൺ. ബലൂണിന്റെ അകത്ത് ഓരോ മൃഗങ്ങളുടെ പേര് കാണും. ചിലപ്പോ കുറുക്കൻ കാണും, ചിലപ്പോ ആന കാണും. ആ ബലൂൺ ശരണി പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് എന്ത് പേരാണോ കിട്ടുന്നത് ആ പേര് ബിഗ് ബോസിലെ അംഗങ്ങൾ ആരാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കണം. റെഡി? ഗെയിമിലോട്ട് പോവാം. അപ്പൊ ഗെയിമിലോട്ട് പോവാം. ശരണ്യ, നമ്മൾ എന്ത് ഗെയിമാ കളിക്കുന്നേ? നമുക്ക് പോവാം. പൊട്ടിച്ചോ. അപ്പൊ ആ ഭാഗ്യശാലി ആരാ നമുക്ക് നോക്കാം. ബലൂൺ പൊട്ടിക്കാൻ പേടിയുണ്ടോ? അപ്പൊ പൊട്ടിക്ക. ഇങ്ങനെ പൊട്ടിക്കുന്ന വ്യക്തി. എടി, ഇങ്ങനൊന്നും ആരെയും പൊട്ടിക്കല്ലേ. തമാശക്ക് പോലും ഇങ്ങനൊന്നും പൊട്ടിക്കല്ലേ. എന്റെ പൊട്ടിയത് ഇങ്ങനെയാ, ആരും അറിയില്ല. ഒരു ചെറിയ ഓട്ടം. നമുക്ക് എന്തുവാണ് അതിന്റെ അകത്തുള്ള മൃഗത്തിന്റെ പേരും നോക്കാം. അയ്യോ, ഹായ് മലയാളം വായിക്കാൻ അറിയാമോ? ഇല്ല. കുറുക്കൻ. വായിച്ചു പറഞ്ഞു. കുറുക്കൻ 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 ഞാൻ കൊടുക്കും. ആയിരിക്കും കുറുക്കൻ? രണ്ടുപേരുണ്ട്. രണ്ടുപേർക്കും കൊടുത്തോ. കുറുക്കൻ സായി. സീക്രട്ട് ഏജന്റ്. യെസ്, ഒന്ന്. ഇനി ആരാ? ജിൻഡപ്പൻ. ജിൻഡപ്പൻ കുറുക്കനാ. അപ്പം ജിൻഡപ്പന് സായുവാണ് കുറുക്കൻ എന്ന മൃഗത്തെ നമ്മൾ യോജിപ്പിച്ചേക്കുന്നത്. അടുത്ത ബലൂൺ. ഇങ്ങനെ പൊട്ടിക്ക്. ഇങ്ങനെ ഒന്ന് പൊട്ടിക്കോ. ഒരു ഇങ്ങനെയോ? ഇങ്ങനെ പിടി. ഇങ്ങനെ തിരിച്ച്. ഇങ്ങനെ വേണ്ടത് പൊട്ടലായി പോയി. ഇങ്ങനെ ഒറ്റ ഇങ്ങനെ 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 പിടി. കമോൺ കമോൺ. ഇത് എവിടുന്നാണ് ഈ ബലൂണൊക്കെ മേടിച്ചേ? ഓ, ഇത് അതെ. കോഴി. ബിഗ് ബോസിലെ കോഴി ആരാ? ഒരേ ഒരു പേര്. ആള് പോയി, എന്നാലും കുഴപ്പമില്ല, പറയാം. ഗബ്രി. അടുത്ത തരട്ടെ? തരൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഗെയിം. നീല ബലൂൺ. ഓ, സ്കോർ. എന്റെ കൈയെല്ലാം പോകുന്നു തോന്നുന്നു. കഴുകൻ. 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 ഹൻസിബ. യെസ്, കറക്റ്റ് കേട്ടോ. മോഹൻലാലിന്റെ ഒരു ആങ്കർ ആകേണ്ട വ്യക്തിയാ. അടുത്ത അതേണ്ട. ഓന്ത്. ഓന്ത്. നിറം മാറി മാറി കളിക്കും. ആരാണ് ബിഗ് ബോസിൽ നിറം മാറി മാറി കളിക്കുന്നത്? ആ ഓന്ത്. ഓന്ത് ആർക്ക് കൊടുക്കാം? നിറം മാറി മാറി കളിക്കുന്ന അപ്സര. അപ്സര. ഓന്ത്. ഇവിടെ പോകുമ്പോ എനിക്ക് ആരും ഇല്ലടി നീയല്ല, അവിടെ പോകുമ്പോ എനിക്ക് ആരും ഇല്ലടി നീയല്ല, ഇവിടെ പോകുമ്പോ എനിക്ക് ആരും ഇടി നീയല്ല. എല്ലായിടത്തും ഇത് തന്നെ പറയണം. കറക്റ്റ്, ജെന്യുവിൻ ആൻസർ കേട്ടോ. അത് സമ്മതിക്കുന്നു. അടുത്ത പൊട്ടി. താങ്ക് യു.
കഴുത. കരുത. കഴുത. കഴുത. ആ. ഡോങ്കി. കഴുതയുടെ ഭാഗ്യവാൻ ആരാണ്? കമോൺ. ഋഷി. കഴുത. അവന് ഭേദം കേട്ട് അവനായിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ അവൻ എന്ത് കളിക്കുവാണെന്ന് എനിക്ക് അറിയത്തില്ല. അവന് കഴുത എന്ന് ഞാൻ പറയും. ഇനി ലാസ്റ്റ് ബലൂൺ. ഇതിനകത്ത് എല്ലാരും പറയാം, അല്ലെങ്കിൽ ആരൊക്കെയാ പറയാനുള്ളത്? ഇനിയും ജാസ്മിൻ, ശ്രീതു, അർജുൻ. അവരൊന്നും ഒരു ലിസ്റ്റിൽ ഇല്ല. ആ ഇത് പോത്ത്. പോത്തോ? ആ. ചിന്തപ്പനെ ഉള്ളത് ആണല്ലേ? ആര് പറഞ്ഞാലും കേൾക്കൂല. ഇനിയും ശരണിക്കാൻ ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞ് ഇന്ന ആൾക്ക് കൊടുക്കാം. ഇതൊന്നും വേറെ ഒരു ചാനലും തരത്തില്ല കേട്ടോ. വളരെ ഓക്കെ. നോറ ഏത് മൃഗമായിട്ട് കമ്പയർ ചെയ്യും? മുതല. കണ്ണുനീര്. മുതല കണ്ണുനീര്. മുതല. മുതല. പിന്നെ നോക്കുമ്പോ ഓക്കെ. പിന്നെ വരുമ്പോ ഓക്കെ. പിന്നെ എസ് 1 day 1 day 2 day 3. നോറ. നോറ. ഇനി ഒരു കോഴി ഒന്നുകൂടെ തരുക. കോഴി. ആ. അർജുൻ. 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 ജിറാഫ്. ജിറാഫ്. അയ്യോ, ജിറാഫ് സ്കോർ ചെയ്തോണ്ട് പോയല്ലോ. ഇനി അടുത്ത് പറ. സ്വിച്ച്. പട്ടി. കോഴി ഗബ്രിക്ക് കൊടുത്താൽ ഇനി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ജിറാഫ് അർജുന് കൊടുക്കാം. അർജുന്. മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റന്റുകൾക്ക് ഒറ്റ പേര് വിളിക്കാം. അത് ശരണ്യെ വിളിക്കുന്നത് എന്തായിരിക്കും? വെളിവില്ലാത്തവര്. മൊത്തത്തില് അതിൽ ഞാനും പെടും. ഒറ്റ ഒരെണ്ണത്തിന് വെളിവില്ല. പക്ഷെ ജെനുവിൻ സീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാം തുറന്നടിച്ചങ്ങ് പറയും. നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഗെയിം ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഗെയിം ഇഷ്ടപ്പെട്ടു. ശരണ്യെ നല്ല ചിരി, നല്ല സ്മാർട്ട്നെസ്, എല്ലാം അടിപൊളി. ഞങ്ങളുടെ സെല്ലിലോ ടീമിന്റെ ഭാഗമായിട്ട് 65 ദിവസം നിന്ന ശരണ്യക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ശരണ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട പങ്കാളിയെയും വിളിക്കണം. അതില് ഒരു കേക്ക് കട്ടിംഗ് ആണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പിന്നെ 65 ഡേയ്സിലെ ആദ്യത്തെ കേക്ക് കട്ടിംഗ് എന്ന് പറയാം. ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ കേക്ക് കട്ടിങ്ങിലോട്ട് പോവാം. അപ്പൊ ശരണ്യക്ക് വേണ്ടി ഞങ്ങളുടെ ടീം സെല്ലിലോടിന്റെ ഒരു കേക്ക് കട്ടിംഗ് ആണ്. അപ്പൊ മച്ചാന്മാരെ, നാം അനുഭവിക്കാത്ത ജീവിതം വെറും കെട്ടുകഥകളാന്ന് പറയുന്നത് പോലെ ശരിക്കും ശരണ്യയോട് അത്രയ്ക്ക് ദേഷ്യമുള്ളവരാണെങ്കിൽ എനിക്കൊന്നേ പറയാവുള്ളൂ, നേരിട്ട് സംസാരിക്കുമ്പോൾ എന്താ ശരണ്യ എന്നറിയാം. താങ്ക് യു. ഇനി ശരണ്യാക്കിയ ഒരു ബലമുണ്ട്. ആ ശക്തിയെ വിളിച്ചാലോ? മച്ചാനെ വാ. മച്ചാനെ യെസ്. മച്ചാനെ ഹാപ്പിയാണോ? പറഞ്ഞു. പിന്നെ സൂപ്പർ ഹാപ്പിയാ. പിന്നെ എല്ലാ ക്രൂ ആൻഡ് സ്റ്റാഫ് എല്ലാവർക്കും നിങ്ങളുടെ ഒക്കെ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ബ്രോത് ഞാൻ വീഡിയോസ് ഒക്കെ ഒത്തിരി നാളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആങ്കർ ആണ്. അപ്പൊ താങ്ക് യു. അപ്പൊ സീരിയസ്ലി ഹൈലി ഒബ്ലൈസ്ഡ്. ശരണ്യാക്കിയ മച്ചാനും 65 ദിവസം ജനങ്ങളെ ഇഷ്ടപ്പെട്ട് നിന്ന ശരണ്യ മച്ചാനോട് കട്ട് ചെയ്യാം. റെഡി? ആദ്യം മച്ചാന് കൊടുക്കണം. ഹാപ്പി ബർത്ത്ഡേ. കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ എന്തായാലും വിളിച്ചു. ഫോർ കോളിംഗ് മൈ പെയർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഒന്ന് പൂർണ്ണമാവണമെങ്കിൽ അനീഷേട്ടൻ വേണം. സോ താങ്ക് യു സോ മച്ച്. അടിപൊളി. താങ്ക് യു. ശരിക്കും സംസാരിച്ചപ്പോളെ അറിയാതെ നമ്മുടെ കുടുംബത്തിലൊരു അംഗമായി കേട്ടോ. ആയി. അത് വലിയൊരു കാര്യമാണ്. ഇനി ശരണ്യയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പ്ലാനുകൾ എന്താണ്? യാത്രകൾ എന്തൊക്കെയാണ്? മൂവീസ് ആണ്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ മൂവീസ് എന്നുള്ള പ്ലാനിങ് തന്നെയാണ്. ഇപ്പോൾ ഒരു എൻ്റെ മാനേജറൊക്കെ ഓൾമോസ്റ്റ് 3-4 പ്രോജക്ട്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഞാൻ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. കാര്യങ്ങളിലേക്ക് ഒന്ന് ഫുൾ ഓൺ ആവാൻ പോവാണ്. നല്ല നല്ല പ്രോജക്ട്സുകളുടെ ഭാഗം ഇനി ഫ്യൂച്ചറിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് വിശ്വാസം.
ഇഷ്ടപ്പെടട്ടെ, കുറേ പ്രോജക്ട്സ് വരട്ടെ, ഇനി കുറേ നല്ല നല്ല കഥാപാത്രത്തിൽ എന്നെ കാണാൻ പറ്റും. പിന്നെ മ്യൂസിക് ലേബൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ പ്രൈവറ്റ് മ്യൂസിക് ലേബൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും ഫ്യൂച്ചറിൽ അതും അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും. അങ്ങനെ കുഴപ്പമില്ലാത്ത കുറച്ച് പ്ലാൻസുകൾ കയ്യിലുണ്ട്. അപ്പം നോക്കാം നമുക്ക് എങ്ങനെ പോകും. ഇത്ര നേരം എന്നോട് സംസാരിച്ചു, എന്താണ് ശരണ്യക്ക് എന്നെ തോന്നിയത്? ഓക്കെ, ഒരു കംഫോർട്ട് സോൺ ആക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളായിട്ട് തോന്നി. ഒന്നും ചോദ്യങ്ങളൊക്കെ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അജി ചേട്ടൻ പറഞ്ഞത്. സോ പക്ഷെ ആ ഒരു കോംപ്ലിക്കേഷനിൽ ആ ഒരു നമ്മളുടെ കാര്യങ്ങൾ ഒരു വെറുപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോയി അടുത്ത ടോപ്പിക്കിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രീതിയിൽ അത് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ ഹാപ്പി മൂഡിൽ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. കേക്കൊക്കെ തന്ന് നല്ല ഹാപ്പി ആക്കിയിട്ടാണ് വിടുന്നത്. സോ ഐ ലൈക്ക് യുവർ ഇൻ്റർവ്യൂ. ഇറ്റ് വാസ് സ്മാർട്ട്.